എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് തോമസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ കംപ്ലീറ്റ് ഇഷ്യൂ സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ കംപ്ലീറ്റ്ലി ചെയ്തിരുന്നു. ഞാനത് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം. കോണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രണ്ട് റണ്ണിങ് കേസ് എന്ന കേസായിരുന്നു. ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇതേപോലെ ഒരു ഫ്രണ്ട് റണ്ണിങ് കേസ് വന്നപ്പോൾ അതിന്റെ പുറകെ സംഭവിച്ചത് ഒരു ഫണ്ട് പെർഫോമൻസ് ഭയങ്കരമായിട്ട് താന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്ക് കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന് ഇതേപോലെ ഇഷ്യൂ സംഭവിച്ചപ്പോൾ നമ്മൾ വളരെ ക്ലോസ്ലി ട്രാക്ക് ചെയ്തു എന്താണ് അതിന്റെ അപ്ഡേറ്റ്, എന്താണ് ആ കോൺ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇഷ്യൂ വന്നേ പിന്നെ ആ മ്യൂച്വൽ ഫണ്ട്സിന്റെ മെയിൻ ഫണ്ട്സിന്റെ പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഇഷ്യൂ വന്നേ പിന്നെ കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഓവറോൾ ഫണ്ട് വൈസ് AUM ഡിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോണ്ടിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫണ്ടായ കോണ്ട് ആക്റ്റീവ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടിനെ ഓവറോൾ പെർഫോമൻസിന്റെ പ്രശ്നം വന്നിട്ടുണ്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോണ്ടിന്റെ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് വിച്ച് ഇസ് ഗോട്ട് ദ മോസ്റ്റ് ലാർജസ്റ്റ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അതിനും പെർഫോമൻസ് ഇഷ്യൂ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയോട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്, സോ ദാറ്റ് യു കെൻ സീ ഓൾ ദ കോണ്ടന്റ് ദാറ്റ് വി പുട്ട് അക്രോസ്. അപ്പോൾ സ്ട്രേറ്റ് അവേ നമുക്ക് സിസ്റ്റത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫണ്ട് വൈസ് AUM ഡിപ്പാണ്. നമ്മൾ ഇതിനകത്ത് കാണുകയാണെങ്കിൽ AUM ആസ് ഓൺ 21/6/2024 ആണ് കൊടുത്തിരിക്കുന്നത്. അത് ആ സമയത്താണ് കോൺ ഫണ്ടിന്റെ ഇഷ്യൂ റേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഡേറ്റ്, അതായത് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ് 16/8/2024, വീഡിയോ ചെയ്യുന്നത് 19th, പക്ഷേ 16th NAV ആയിരുന്നു അവൈലബിൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള AUM ഡിപ്പ് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് കോണ്ട് ആക്റ്റീവ് ഫണ്ടിന്റെ AUM 11,000 crore 10,000 crore ആയിട്ടുണ്ട്. 2.5% ഡിപ്പാണ് കോണ്ട് ആക്റ്റീവ് ഫണ്ടിന് വന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് എ കൺസിഡറബിൾ ഡിപ്പ്. AUM ആണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്, പെർഫോമൻസ് അല്ല. രണ്ടെന്ന് പറയുന്നത് കോണ്ട് BFSI, അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ഫണ്ടാണ്. അതിനകത്തും 1.54% ഡിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ കോൺസിൻ്റെ ഓവറോൾ AUM നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് AUM-നകത്താണ് ഏറ്റവും കൂടുതൽ ഡിപ്പ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഫണ്ട് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ ഫണ്ട് വൈസ് പെർഫോമൻസിലേക്ക് പോകുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം നമ്മൾ കോണ്ട് ആക്റ്റീവ് ഫണ്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഫണ്ട് വൈസ് പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ വേറെ കുറച്ച് ഫണ്ട്സ് ഇവിടെ കമ്പാരിസണിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷം കോണ്ട് ആക്റ്റീവ് ഫണ്ട് എന്ന് പറയുന്നത് മൾട്ടി ക്യാപ് ഫണ്ടാണ്. എല്ലാവർക്കും അറിയാം മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് എന്ന് പറഞ്ഞ 3 സെഗ്മെന്റിലേക്ക് ഈക്വലി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഫണ്ട്സാണ് മൾട്ടി ക്യാപ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ മൾട്ടി ക്യാപ് സെഗ്മെന്റിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്ന 5 ഫണ്ട്സാണ് നമ്മളിവിടെ കമ്പാരിസൺ എടുത്തിരിക്കുന്നത്. ആ 5 ഫണ്ട്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ, ഈ യെല്ലോയിൽ ഏറ്റവും തിക്കായി കൊടുത്തിരുന്ന ഫണ്ടാണ് കോണ്ട് ആക്റ്റീവ് ഫണ്ട് എന്ന് പറയുന്നത്. ഏതൊക്കെ ഫണ്ടാണ് ഇപ്പോൾ കമ്പയർ ചെയ്തിരുന്നത്? കോണ്ട് ആക്റ്റീവ്, HDFC ഫോക്കസ് 30, മഹേന്ദ്ര മൾട്ടി ക്യാപ്, നിപ്പോൺ മൾട്ടി ക്യാപ്, ICICI പ്രൊഡൻഷ്യൽ മൾട്ടി ക്യാപ്. ഇത്രയും ഫണ്ട്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ യെല്ലോ തിക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കോണ്ട് ആക്റ്റീവ് ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുകയാണെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ ഈ കംഫർട്ടബിളി കോണ്ട് ആക്റ്റീവ് ഫണ്ട് എല്ലാ മൾട്ടി ക്യാപ് ഫണ്ട്സിനെയും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വെൻ കംസ് ടു ഓഗസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ മൾട്ടി ക്യാപ് ഫണ്ടിൽ ഏറ്റവും കൂടുതൽ താഴത്തേക്ക് വീണിരിക്കുന്നത്, ഏറ്റവും പെർഫോമൻസ് ഏറ്റവും താഴത്തേക്ക് പോയിരിക്കുന്നത് കോണ്ട് ആക്റ്റീവ് ഫണ്ടിൻ്റെയാണ്. ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺസ് വൈ ദി AUM ഹാസ് ഗോൺ ഡൗൺ. അപ്പോൾ അത് രണ്ടും പാരലലി പാർട്ട്ണർ ചെയ്യുക, അതായത് AUM താഴെ പോയത് പെർഫോമൻസ് കുറഞ്ഞത് കൊണ്ടുമാണ്, പെർഫോമൻസ് കുറഞ്ഞത് AUM താഴെ പോയിക്കൊണ്ടുമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും അത് വർക്കൗട്ട് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോണ്ട് ആക്റ്റീവ് ഫണ്ടിൻ്റെ ഓവർ ദ ലാസ്റ്റ് 2 months പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ഫണ്ട് പോകുന്നത് കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ട്, കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിനെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 3 വർഷത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് വേറെ AMCസിലുള്ള ഫണ്ടായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കോണ്ടിൻ്റെ കൂടെ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ, HSBC, നിപ്പോൺ, LIC, ഇങ്ങനത്തെ 5 ഫണ്ട്സ് ആയിട്ടാണ്. അപ്പോൾ ഗ്രാഫിലേക്ക് പോകുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഈ ഒരു സമയത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ as and when time progress towards the end of July, towards the mid of July and towards the beginning of August വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡിപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ സ്മോൾ ക്യാപ് ഫണ്ടിനെ ആക്റ്റീവ് ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പേസിലാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ ഫോള്
ആക്റ്റീവ് ഫണ്ടിൻ്റെ അത്ര ഫോൾ ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത് ആസ് ഐ സെഡ് ബിഫോർ പിയർ ഫണ്ട്സ് ആയിട്ട് മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് ഈ ഇത്രയും ഫണ്ട്സിൻ്റെ ആക്റ്റീവ് ഫണ്ട്സ് പ്രത്യേകിച്ച് ആ ഫണ്ടിനെ ക്ലോസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യണം. ഒരു ഇൻവെസ്റ്റർ ആണ് അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസർ ആണെന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സിന് പറ്റിയ പോലെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഷോർട്ടേജ് കോണ്ടിന് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാം, ആ ഒരു 1 month ഹൊറൈസണിൽ. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 1 month കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഈ പെർഫോമൻസ് ഗോയിങ് ഫോർവേഡ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.